സദൃശവാക്യങ്ങൾ 14:5. വിശ്വസ്ത സാക്ഷി ബോഷ്ക്ക് പറയുകയില്ല, കള്ളസാക്ഷിയോ ബോഷ്ക്ക് നിശ്വസിക്കുന്നു. സത്യത്തെ മറയ്ക്കുന്നതും സത്യം പറയുന്നതിന് പകരം അസത്യം പറയുന്നതും ബോഷ്ക്കാണ്. ബോഷ്ക്ക് പറയുന്നതിനെ ന്യായപ്രമാണം വിലക്കിയിട്ടുണ്ട്. ലേവ്യ പുസ്തകം 6:2, 19:11. ബോഷ്കിന്റെ ജനകൻ പിശാചാണ്. തന്നെ കൊല്ലുവാൻ ശ്രമിച്ച യഹൂദന്മാരോട് യേശു പറഞ്ഞു, നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അവനിൽ സത്യമില്ലായ്ക കൊണ്ട് സത്യത്തിൽ നടക്കുന്നതുമില്ല. അവൻ ബോഷ്ക്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ബോഷ്ക്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു. യോഹന്നാൻ സുവിശേഷം 8:44-45. എന്നാൽ ദൈവം സത്യമാണ്. സത്യത്തിൽ നിന്ന് ബോഷ്ക്ക് പുറപ്പെടുകയില്ല. ദൈവമക്കളായ നാം സത്യസന്ധരും സത്യസാക്ഷികളും അഥവാ വിശ്വസ്ത സാക്ഷികളും ആയിരിക്കണം. സ്നാവയോഹന്നാനും അപ്പോസ്തലന്മാരും പൗലോസ് അപ്പോസ്തലനും ഒക്കെ അങ്ങനെയായിരുന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ച് നാം വെളിപ്പാട് പുസ്തകം 1:5 വായിക്കുന്നത് ഇപ്രകാരമാണ്: അവൻ വിശ്വസ്ത സാക്ഷി എന്നാണ് നാം അവിടെ കാണുന്നത്. എന്നാൽ യേശുക്രിസ്തുവിന് തുല്യം യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. എന്നാൽ കള്ളസാക്ഷികൾ ബോഷ്ക്ക് നിശ്വസിക്കുന്നവരാണ്. അവർക്ക് കള്ളം പറയുവാൻ മടിയില്ല.